ഓടിപ്പിടിച്ചിവിടെ എത്തി. നല്ല ലേറ്റായി. ഓരോ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അവിടെ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിരിക്കണം വേണ്ടിയത്. ഹായ് ഗൈസ്, ഐ എം ബിച്ചു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഒരു ഹൈപ്പ് എന്ന് പറയുന്ന സാധനം ബാലൻസ് ഉണ്ടെങ്കിൽ എന്റെ വീഡിയോക്ക് കൃത്യമായിട്ട് കാണുന്നവന്മാരൊക്കെ കൊടുത്തോണം കേട്ടല്ലോ. അടുത്ത നോട്ടിഫിക്കേഷൻ കാണുമ്പോഴത്തേന് കൈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ മാറ്റി വെച്ച് ഉറക്ക കിടക്കാനാണെങ്കിലും എഴുന്നേറ്റ് വന്ന് എന്റെ വീഡിയോ കണ്ടോണം. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് വേണു സുനിതാണ്ട് വീണ്ടും ബിഗ് ബോസിനകത്തേക്ക് പോകാൻ പോകുന്നു. ഇതെന്തോ മാനിപ്പുലേഷൻ ആണോ, ഇത് കുമ്പിടിയാണോ, അതോ ഇത് വേറെ വല്ല ഇലൂമിനാലിറ്റി ആണോ എന്ന് പോലും എനിക്കറിയത്തില്ല. ചേച്ചി എന്തൊക്കെയാണ് കാണിക്കുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്, അവിടെ കാണും, ഇവിടെ കാണും, കുമ്പിടി മറ്റേടത്ത് കാണും, മറിച്ചെടുത്ത് കാണും. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള A to Z കാര്യങ്ങൾ നമ്മൾ പല വീഡിയോസിനകത്ത് സംസാരിച്ച് അവസാനിപ്പിച്ച് ക്ലോസ് ചെയ്തൊരു കാര്യം. അതുകൊണ്ട് നമുക്ക് നേരിട്ട് വീഡിയോയ്ക്ക് അകത്തേക്ക് തന്നെ പ്രവേശിച്ചേക്കാം. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന ഒരു സാധനം റിലീസ് ആയിട്ടുണ്ട് കേട്ടോ. ഈ വീഡിയോ മൊത്തമായിട്ട് നിങ്ങൾ കാണണം. കണ്ടു തീർന്നതിന് ശേഷം മാത്രമേ നിങ്ങളുടെ അഭിപ്രായം കൃത്യമായിട്ട് രേഖപ്പെടുത്താവൂ. കാരണം ഈ വീഡിയോയുടെ കോണ്ടന്റിന്റെ അവസാന ഭാഗമായിരിക്കും ഞാൻ ഈ സാധനം എന്ത് ഉരുളക്കിഴങ്ങാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. വെറുതെ ആരെങ്കിലും ചൊറിയാൻ വന്ന ഇപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ശരിക്കും ഈ ഷോ എന്ന് പറയുന്നതും കൂടെ നിന്നുകൊണ്ട് പിന്നിൽ നിന്ന് ഊത്തുന്ന രീതിയിലുള്ള ടൈപ്പാണ് ആ ഒരു ഷോയുടെ ഒരു രീതി. ഇപ്പൊ കുറച്ചു കാലങ്ങളായിട്ട് നമ്മൾ നിക്കണത് ഇതിനെയൊക്കെ തരണം ചെയ്യാൻ പറ്റും എന്ന് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അല്ലാതെ നമ്മൾ കണ്ടതല്ലേ ചേച്ചി, ബിഗ് ബോസിനകത്ത് കഴിഞ്ഞ 35 ദിവസം ചേച്ചി നേർക്ക് നേരം നിന്നപ്പോൾ ഏത് രീതിയിലാണ് നിന്നുള്ളത്. പക്ഷെ നേർക്ക് നിൽക്കുന്നതിന് ചേച്ചിയെ കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ചേച്ചി അന്നേരം ഇരിക്കുകയോ കിടക്കുകയോ കണ്ടായിരുന്നു. അതായിരുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ കണ്ടൊരു കാര്യമേ. വലുത് വന്നിട്ട് പാപ്പം പള്ളിക്കൂടത്തിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞ പോലെ ഇതിലും വലുത് വന്നിട്ട് നിക്കുന്നില്ലേ. കയ്യിലൊരു മാങ്ങാണ്ടി ഇല്ലെങ്കിലും മാസ് ഡയലോഗിന് യാതൊരു കുറവും ചേച്ചി കാണിച്ചു കൂട്ടുന്നില്ല. പെട്ടെന്ന് ഔട്ടാവാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാം ഞാൻ അക്സെപ്റ്റബിൾ ആണ്. നെഗറ്റീവും പോസിറ്റീവും ഇത്രയും നാൾ അക്സെപ്റ്റബിൾ ആയ പോലെ ഇനിയിപ്പോ പോയാലും എല്ലാം അക്സെപ്റ്റബിൾ തന്നെയാണ്. ഈ ഒരു ബിഗ് ബോസ് പോലെ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ ചേച്ചി, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റിയത്തില്ല. കാരണം ചേച്ചിയുടെ ബിഗ് ബോസിനകത്തുള്ള കളി എന്താണെന്നും ബിഗ് ബോസിൽ പോയി ചേച്ചി എന്താ കാണിച്ചു കൂട്ടിയത് നമ്മൾ കണ്ടതാ. നിങ്ങൾ റിയൽ രേണുവായിട്ടാണ് അവിടെ നിന്നത്, റിയൽ രേണു. അല്ല നിങ്ങളെ സംബന്ധിച്ച് ഗെയിം കളിക്കാനോ കൂടെ പ്രശ്നം ഉണ്ടാക്കുന്നവരോട് പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നടക്കത്തില്ല. കാരണം ചേച്ചിക്ക് വേറൊരു ഇഷ്യൂവിനകത്ത് ഈ 35 ദിവസത്തിനകത്ത് തലയിടാനായിട്ട് തോന്നിയില്ല. കാരണം അപ്പുറത്തെ വീട്ടിൽ നടക്കുന്നത് നമ്മളെന്തിനാ നോക്കുന്നത്, അപ്പുറത്തെ വീട്ടിലല്ലേ നടക്കുന്നത്, നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്നെക്കുറിച്ചോ സുധിച്ചേട്ടനെ കുറിച്ചോ എൻ്റെ കുടുംബത്തെ കുറിച്ചോ കിച്ചുവിനെ കുറിച്ചോ ആരെങ്കിലും വല്ലതും പറയട്ടെ, അന്നേരം ഭദ്രകാളിയാവും. അതാണ് നമ്മുടെ ഒരു ശീലം, നമ്മുടെ ഒരു ശൈലി. രേണു സുധി ഫയർ അല്ലടാ, ഫ്ലവറാ, ഫ്ലവർ. ഒരു വലിയ പ്ലാറ്റ്ഫോം നമുക്ക് നമ്മൾ എന്താണെന്ന് പ്രൂവ് ചെയ്യണം. മാത്രമല്ല നമുക്ക് എന്താ പറയാ സമൂഹത്തോട് എന്തെങ്കിലും 35 ദിവസം ചേച്ചി എന്താണെന്ന് പ്രൂവ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കണ്ട കാര്യമാണ്. അങ്ങോട്ട് ചെണ്ടമേളം അടിച്ച് കയറ്റി വിട്ടത് തന്നെ ഇങ്ങോട്ട് തിരിച്ച് എങ്ങനെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോ ആ ഒരു സ്ലോട്ട് അങ്ങ് ക്ലിയർ ആക്കി കൊടുത്തേക്ക് എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയാണ് കേട്ടോ കണ്ടോണ്ടിരുന്നതും കേട്ടോണ്ടിരുന്നതൊക്കെ. കാണിക്കാനുണ്ട്, പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ സിംഗിൾ പേരൻസിന് വേണ്ടിയിട്ടായിരിക്കും ഞാൻ ചിലപ്പോൾ അവിടെ ഓരോ വിധവകളായിട്ടുള്ള സ്ത്രീകളുടെ ശബ്ദമായിരിക്കണം വേണ്ടിയത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അല്ല എന്റെ പൊന്ന് ദൈവമേ, ഉള്ള വിധവകളുടെ എല്ലാം ശബ്ദമായിട്ടും പേരൻസിന്റെ ഒക്കെ റെപ്രസെന്റേറ്റീവ് ആയിട്ടൊക്കെയാണോ നിങ്ങൾ ബിഗ് ബോസിനകത്തേക്ക് വന്നത്? അല്ലാതെ നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കാനും കളിക്കാനും വേണ്ടിയിട്ടല്ലായിരുന്നു അവിടെ പോയത്. അല്ല പോട്ടെ, നിങ്ങൾ വിധവകൾക്ക് മുന്നിൽ നിന്ന് നയിക്കാനായിട്ട് അയൺ ലേഡി ആയിട്ടോ സൂപ്പർ വനിതയായിട്ടോ ഒക്കെ നിങ്ങൾ പോകുന്നൊക്കെ പറഞ്ഞ് അവിടെ വിധവകൾക്ക് വേണ്ടി വാദിച്ചിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ചേച്ചി ഒന്ന് പറഞ്ഞു തരാമോ? നിങ്ങൾ എന്തോ അവിടെ കാണിച്ചു കൂട്ടിയത്? വിധവകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സ്വന്തം കുടുംബത്തെ സൂചിച്ചേട്ടനെയാണ് കഴിഞ്ഞ 35 ദിവസം കിടന്ന് വിറ്റുകൊണ്ടിരുന്നത്. അതിനകത്ത് നിങ്ങൾ വിധവകൾക്ക് വേണ്ടി എന്താണ് പറഞ്ഞത്? ഓരോ സിംഗിൾ പേരന്റിന് വേണ്ടി എന്താണ് പറഞ്ഞത്? എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ വയ്യേ, എനിക്ക് എന്റെ കുഞ്ഞിനെ കാണണേ, എന്റെ കുഞ്ഞ്. അതാണ് നിങ്ങൾക്ക് ഓരോ സിംഗിൾ പേരന്റിന് വേണ്ടി നിങ്ങൾ അവിടെ പോയി വാദിച്ചു കൊടുത്തത്. ഓരോ സിംഗിൾ പേരന്റും എങ്ങനെ വാദിക്കണം എന്നറിയോ? നിൽക്കുന്ന മക്കൾക്ക് മാതൃകയാക്കണം. അയ്യോ അവിടെ പോയി കിടന്ന് കരയുകയില്ല. ജനിക്ക് അല്ലെങ്കിൽ വളരുന്ന മക്കൾക്ക് തോന്നണം, അമ്മ കണ്ടോ കാണിച്ചു തന്നയാളൊക്കെ എന്നാൽ എനിക്ക് അവിടെ പോയി നിന്ന് കാണിക്കാൻ അല്ലെങ്കിൽ ഇതുപോലുള്ള സാഹചര്യം എനിക്ക് തരണം ചെയ്ത് മുകളിലേക്ക് വരണമെന്ന് തോന്നിക്കണം. അതാണ് ഓരോ സിംഗിൾ പേരന്റും ആഗ്രഹിക്കുന്നത്. അല്ലാതെ എനിക്ക് എന്റെ കുഞ്ഞിനെ കാണാൻ വയ്യേ എന്ന് പറയുന്നതല്ല. നിങ്ങളുടെ സ്നേഹത്തെ ഞാൻ ചൂഷണം ചെയ്യുകയല്ല. കിട്ടിയ ഒരു അവസരം 35 ദിവസം കൊണ്ട് തൊലിച്ചു കളഞ്ഞിട്ട് പിന്നെ എന്തോ ചെയ്യാനാ? ഇനിയിപ്പോ അങ്ങോട്ട് കയറി പോയിട്ട് എനിക്ക് അത്ര പറയാനുള്ളൂ. ഇപ്പോൾ ബിഗ് ബോസിൽ പോയി എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ബിഗ് ബോസിൽ കുറെ നെഗറ്റീവ്സ് ഉണ്ടായിട്ട് പോയിട്ട്
തിരിച്ച് പോസിറ്റീവായിട്ട് ജനങ്ങളുടെ പ്രിയപ്പെട്ടവർ. ഞാൻ പറഞ്ഞില്ലേ യോ ചേച്ചിയുടെ ഒന്ന് ഓർപ്പിക്കല്ലേ, 35 ദിവസം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് 2.5 കിലോ പോസിറ്റീവ് എടുത്ത് കവറിനകത്തിട്ടുണ്ട് വന്ന് ചേച്ചിയാ. ജനങ്ങൾക്ക് മൊത്തം പോസിറ്റിവിറ്റി മാത്രമേ പടർന്നിട്ടുള്ളൂ. കാരണം ചേച്ചിക്ക് ഇപ്പൊ അവസാനമായിട്ട് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോമ എന്ന ഡ്രാമയായിരുന്നു. 2ാമത്തെ ദിവസം തൊട്ട് തന്നെ ചേച്ചി വീണ്ടും ഷൂട്ടിലേക്ക് പ്രവേശിച്ച് ഷൂട്ടിലേക്ക് ഇറങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡ്രോമയാണോ ഡ്രാമയാണോ എന്ന് നിങ്ങളൊന്നും പറയല്ലേ. അവിടെ ഒരു ഡ്രാമയല്ലായിരുന്നു. ലാലേട്ടൻ ആദ്യ വീക്കിലെ നോമിനേഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാക്കിയല്ലോ. അന്ന് ചേച്ചിയുടെ കൈവിട്ടി ഒരു ഷോ പോയതാ, അന്ന് തകർന്നതാ. പിറ്റേ ദിവസം തന്നെ അല്ലെങ്കിൽ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, അല്ലെങ്കിൽ നിന്ന നിപ്പിൽ കുഴി തുറന്ന് അതിന്റെ അടിയിലേക്ക് പോയി അങ്ങ് പാതാളത്തിലേക്ക് പോയിട്ട് ഓണത്തിന് മാവേലിയുടെ കൂടത്തിൽ തിരിച്ച് മേളിലോട്ട് കയറി വന്നാൽ മതി എന്ന് മാത്രം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അല്ലാതെ വേറെ നിങ്ങൾ പറയുന്നതൊക്കെ ഒന്നും അല്ല അവിടെ ഉണ്ടായിരിക്കും. നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഇവിടെ ഞാനായിട്ട് തന്നെ നിൽക്കുന്നു. ഞാൻ അവിടെ ഹൗസിനുള്ളിൽ ഞാനായിട്ട് നിൽക്കുന്നു. അതുള്ള കാര്യം കേട്ടോ, വേറെ മാറ്റി പറയാൻ വേറെ ഒന്നുമില്ല. പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് ആവും, അതൊക്കെ ഒരു ഇതല്ലേ, ഒരു നമുക്കത് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. ബഹുമാനിച്ചാൽ തിരിച്ച് ബഹുമാനിക്കുക, അല്ലെങ്കിൽ നമ്മൾ ബഹുമാനം കൊടുക്കും. സോ സിമ്പിൾ ഡാ. ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി പറയുന്നത് കേട്ടില്ലേ. എനിക്ക് വലിയ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാൻ വളരെ സിമ്പിൾ ആൻഡ് കൂൾ ആൻഡ് ഹംബിൾ ആൻഡ് ബംബിൾ മാസ് ഹേ. ഇപ്പോൾ ചേച്ചിക്ക് നെഗറ്റീവ് ഉള്ളത് കൊണ്ട് തന്നെ ചേച്ചിനെ ടാർഗറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ പിടിച്ച് നിൽക്കാൻ പറ്റും, വോട്ട് കൂടുതൽ കിട്ടും. അത് പലരും പല ടൈപ്പിലാണ് ഗെയിം. അത് ശരിയാ. പക്ഷെ 35 ദിവസത്തിനകത്ത് ചേച്ചിയെ ടാർഗറ്റ് ചെയ്തവരെല്ലാം 2 കരഞ്ഞു പോയി. ചേച്ചിയെ ടാർഗറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. ചേച്ചിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് രേണുസുധിയുടെ ഭർത്താവ് മക്കൾ മാത്രമായിരുന്നു. അല്ലാതെ വേറെ ഒരു ടാർഗറ്റും ചേച്ചി നോക്കാത്തതിനാൽ ടാർഗറ്റ് ചെയ്തത് വരെ തൊഴുന്ന് കുമ്പിട്ട് മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ചേച്ചി ഉണ്ടാക്കി കാണിച്ചു കൊടുത്തത്. അതിനൊരു ഉദാഹരണം തന്നെയല്ല ഞാൻ ഈ ഇരിക്കുന്നത്. കേരളത്തിൽ എത്ര കോടി, 3 കോടിയോ എന്തോ, ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ 3 കോടി ജനങ്ങൾ എനിക്കെതിരായിട്ട് നിന്നിട്ട് പോലും ഒറ്റയ്ക്ക് നിൽക്കുന്നവളല്ലേ രേണുസുധി. 3 കോടി, ആ കോടി 3.5 കോടി ജനങ്ങളുണ്ട്. അത് 3 കോടി ജനങ്ങൾ നിങ്ങൾക്ക് എതിരാണ് നിന്ന്, ബാക്കി 1/2 കോടിയാണല്ലേ നിങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ബിഗ് ബോസിലേക്ക് കൊണ്ടുപോയത്. വളരെ മ്ലേച്ഛം. ല്ലേ എത്രയോ പേര് ടാർഗറ്റ് ചെയ്യട്ടെ, ഒറ്റയ്ക്ക് നിൽക്കും. അത് എന്താണ് ഈ പറയണത്? ഹേ, എത്രയോ പേര് 3 കോടി ജനങ്ങൾ ടാർഗറ്റ് ചെയ്തോട്ടെ, ഞാൻ ഒറ്റയ്ക്ക് നിൽക്കൂടാ. നമ്മൾ കണ്ടതല്ലേ ബിഗ് ബോസ് ചേച്ചി ഒറ്റയ്ക്ക് നിൽക്കുന്നത്. നിൽക്കുവാണോ ഇരിക്കുവാണോ എന്ന് അറിയത്തില്ല. പക്ഷെ ക്യാമറയ്ക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റില്ല എവിടെയാണ് ഇരുന്നത് എന്നുള്ള കാര്യം. തളർന്നു പോവോ? ഇത്രയും വന്നിട്ട് തളർന്നിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് തളർന്നു പോകുന്നത്? സിമ്പിൾ ട്രൈ. ബിഗ് ബോസ് ഒക്കെ 100 ദിവസം ചല്ലി പല്ലി 2 ഞൊടിക്കുമ്പോഴത്തേന് 100 ദിവസം കിട്ടും. അത് കഴിയുമ്പോഴത്തേന് ഞാൻ കപ്പ് കെട്ട് വരുന്ന പരിപാടിയില്ലായിരുന്നു. ചെറിയ പരിപാടിയൊന്നുമല്ല, വലിയ പരിപാടി. പോകരുത്, ഞാൻ എന്നോട് പറഞ്ഞതാണ്. ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ നമുക്ക് ടി വിയിലുണ്ട്. അതുകൂടാതെ 24 hours ലൈവ് ടെലികാസ്റ്റും വരുന്നുണ്ട്. അപ്പോൾ ടി വിയിൽ വരുന്നത് സത്യത്തിൽ എല്ലാ ഭാഗങ്ങളൊന്നും അല്ല വരുന്നത്, കുറച്ച് കട്ട് ചെയ്തിട്ടായിരിക്കും. ലൈവിലെന്ന് പറയുമ്പം അവിടെ നടക്കുന്ന എല്ലാം ഉണ്ടാവും. അതായത് ചീത്തവിളികൾ, തെറിവിളികൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും കട്ടാക്കാതെ ആയിരിക്കും വരുന്നത്. മാക്സിമം പിടിച്ചു നിൽക്കാനല്ലേ ശ്രമിക്കത്തുള്ളൂ. കാരണം ഞാൻ അങ്ങനെയാണ്, ലൈഫിൽ അങ്ങനെയാണ്. ഇപ്പോൾ ചേച്ചിക്ക് കുറേ ഹേറ്റേഴ്സ് ഉള്ളതല്ലേ. ചേച്ചി അവിടെ പോയി കഴിഞ്ഞാൽ കപ്പടിക്കും, അടിക്കരുത്, അടിച്ചാൽ എന്തായിരിക്കും? എനിക്ക് ചിരിയാണ് വരുന്നത്. കാരണം ഞാൻ ആരാണെന്നും എന്താണെന്നും എല്ലാവർക്കും മുന്നിൽ ആ ഒരു നിമിഷം, അതായത് എന്നെ ഈ നെഗറ്റീവ് അടിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. കപ്പോ 100 ദിവസം അല്ല, എൻ്റെ പേഴ്സണലി പറയട്ടെ, എന്നെ ഈ എന്നെ വിടരുതെന്ന് പറഞ്ഞു ലാലേട്ടൻ, നമ്മൾ കുഞ്ഞിലെ തൊട്ടേ ഏട്ടനെ ലാലേട്ടൻ എന്ന് വിളിക്കുന്ന അദ്ദേഹം എന്നെ എന്തായാലും ആ ഒരു നിമിഷമാണ് എല്ലാവർക്കും ഉള്ള മറുപടി. ഇതൊന്നും ഞാൻ കട്ട് ചെയ്തൊന്നും അല്ല കേട്ടോ. ആ ഇന്റർവ്യൂ തന്നെ ചെയ്തോണ്ട് ഇന്റർവ്യൂ റിലീസ് ചെയ്തവരതിന്റെ ഇടയിൽ എല്ലാം ഓരോ കട്ട് പീസ് ഇട്ടിട്ട് ചേച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ മുക്കിയിട്ടുണ്ട്. മുക്കിയത് എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. കാരണം ഇപ്പൊ ഇത്രയും കാണിച്ചതിനകത്ത് എനിക്ക് വലുതായിട്ട് സംസാരിക്കാനും പറയാനും ഒന്നുമില്ല. കാരണം ഇതിനെല്ലാം മറുപടി നിങ്ങളെല്ലാം കണ്ട കാര്യം തന്നെ ആയിരിക്കും. എന്നാലും ഒരു ആവേശത്തിന് ഞാൻ കാണിച്ചു പറയുക. അങ്ങനെ വിളിച്ചാൽ അതെന്റെ അഭിമാന നിമിഷം. സുധിയുടെ ലൈഫിലെ എല്ലാവർക്കും ഉള്ള നെഗറ്റീവ് പറയുന്ന എല്ലാവർക്കും ഉള്ള ഒരു മറുപടി ലോഞ്ച്. ചേച്ചി, നിങ്ങൾക്ക് നെഗറ്റീവ് പറയുന്നവർക്ക് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നെഗറ്റിവിറ്റിയാണ് എനിക്ക് അടുത്ത ദിവസം പുതിയൊരു പരിപാടി ചെയ്യാനായിട്ടുള്ള പ്രചോദനമെന്ന്. പിന്നെ എന്തിനാണ് നെഗറ്റീവ് പറയുന്നവർക്ക് ഒരു മറുപടിയായിട്ട് ഇങ്ങനെ കൈയടിച്ചൊക്കെ കാണിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. എപ്പിസോഡ് കാണുന്ന ഓരോരുത്തരും എല്ലാവർക്കും ഉള്ള ഒരു ഒറ്റ മറുപടി നെഗറ്റീവ് ഓളുകൾ. ഞാനും കമന്റ് കണ്ടു, ബിഗ് ബോസിൽ നിന്ന് ഇവളെ പുറത്തു വിട്ടു. ഞാൻ കയറിയില്ലല്ലോ, അതിന് പുറത്തു വിട്ട് ഞാൻ ചിരിച്ചു. ബിഗ് ബോസിൽ നിന്ന് ഒരു തനതായത് അവനാണെന്നറിയും. സുധിയെ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് വിട്ട് കേട്ടോ.
പക്ഷെ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാറില്ല. എനിക്ക് തിരക്കാണ്. ഞാൻ വണ്ടി കയറി കഴിഞ്ഞാൽ ഹെഡ്ഫോൺ എടുത്ത് വെച്ച് പാട്ട് കേൾക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഒരു വീഡിയോ കാണാനില്ല, ഒരു സാധനം കാണാനില്ല. പക്ഷെ എവിടേക്കോ എനിക്ക് തോന്നുന്നു ഈ തമ്പനയിലൊക്കെ പോകുന്ന വഴിക്ക് വെളിയിൽ മതിലിൽ പോസ്റ്ററായിട്ട് ഒട്ടിച്ചുകൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അത് നോക്കി ചേച്ചി വായിച്ച് പറയുന്നത്. ഒരിക്കലും ഇത് മൊബൈൽ ഫോണിൽ കാണുന്ന വീഡിയോസിന്റെ കാര്യം ഒന്നുമല്ല ചേച്ചി പറയുന്നത്. ഇത് ഇവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ കാണുന്നവർക്ക് വ്യക്തമായി കണക്ട് ആവും. എടേ ഞാനതിന് കേറുന്നതിന് മുന്നേ പുറത്ത് വിടാൻ ഇവൻ ആരിടയെന്ന് ഞാൻ ആലോചിച്ചു. അസുഖയ്ക്ക് മരുന്നില്ല. കുറച്ച് യൂട്യൂബേഴ്സ് ചേച്ചി ഇപ്പം മുടി എക്സ്റ്റൻഷൻ സത്യം പറഞ്ഞ ഇതിനൊക്കെയാണെന്നാണ് ഞാനും കേട്ടായിരുന്നു. ബിഗ് ബോസിൽ പോകാനാണോ മുടി എക്സ്റ്റൻഷൻ? എന്റെ ബിഗ് ബോസിൽ പോയൊരു അണ്ണനായിരുന്നു. മുടി എക്സ്റ്റൻഷൻ ചെയ്താൽ ഞാൻ ഇപ്പഴേ പറയാം, വീക്കിലി നമുക്ക് അങ്ങനെയാണ്, വീക്കിലി ഹെയർ വാഷ് ചെയ്യണം. വീക്കിലി ഒരു ദിവസമേ നമുക്ക് ഹെയർ അതിന്റെ അനുസരിച്ച്, അല്ലെങ്കിൽ ഇത് പോകും, വെറുതെ പോകും. അയ്യോ ചേച്ചി, ഇത് ആഴ്ച ഒരു തവണ വരുന്ന ട്രെയിൻ ഒന്നും അല്ല. ഇത് മുടി കഴിവേണ്ട കാര്യമാണ്. ഇതിപ്പോ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിശ്വാസം ആയില്ല എന്നുണ്ടെങ്കിൽ ഈ മുടി വെച്ച് തന്ന ചേച്ചി തന്നെ പറയട്ടെ. ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ശരിക്കും ഷോക്കായി. പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഈ മുടിക്കകത്ത് ഇങ്ങനെ ഓരോന്ന് വേരുകൾ വെച്ച് പിടിപ്പിക്കുമ്പോഴത്തേക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഇതൊക്കെ എങ്ങനെ ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടല്ലേ ഈ 35 ദിവസം ചേച്ചി അവിടെ പോയി കിടന്ന് പെട്ടുപോയത്. ചേച്ചിക്ക് കൈ തലേന്ന് എടുക്കാനുള്ള സമയമില്ലായിരുന്നു. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്തോഷം കൊണ്ടല്ല, ആരും കാണുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ, ക്യാമറ പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പേനും വിരവിക്കൊണ്ട ചേച്ചി അവിടെ ഇരുന്നത്. തലയ്ക്കകത്ത് വെള്ളം ഒഴിക്കാൻ പറ്റാതെ, വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെച്ച് പിടിപ്പിച്ച വേരെല്ലാം ഇറങ്ങി പോകാതെ ചേച്ചി ചിന്തിച്ചുകൊണ്ടിരുന്നത്. പറഞ്ഞു കൊടുക്കുമ്പോൾ നേരായിട്ടൊക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ ഇതാ ഇതുപോലുള്ള പരിപാടികളൊക്കെ സംഭവിക്കും. എന്തുവാണ് എന്തോ. നിങ്ങൾ ഇത്രയും നേരം കണ്ട വീഡിയോ എന്തോ നിങ്ങൾക്ക് മനസ്സിലായോ, എവിടെയാണെന്ന് മനസ്സിലായോ എന്നാൽ ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചുതരാം. അപ്പം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും നിങ്ങൾ ഇപ്പോൾ കണ്ട വീഡിയോ എന്തുവാണെന്നുള്ള കാര്യം. മനസ്സിലായോ ഏതാന്നുള്ളത്? മറ്റേ നമ്മുടെ കസിനില്ലേ, ആ കസിന്റെ വീഡിയോയാ കേട്ടോ. ആ കസിനാണ് നമുക്കായിട്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചെന്ന് പറഞ്ഞല്ലോ. ചേച്ചി എന്തായാലും 35 ദിവസം ഇറങ്ങി വന്നു. ചേച്ചി അവിടെ കയറി ഒന്ന് കത്തി വരുമ്പോഴത്തേന് ഇടാൻ എങ്ങാണ്ട് വെച്ചിരുന്ന സാധനമാണ്. പിന്നെ ചേച്ചി കൈ കുമ്പിട്ട് അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അതൊന്നും പോസ്റ്റ് ചെയ്തില്ല. പക്ഷെ ചേച്ചി ഇറങ്ങിയപ്പോഴത്തേക്കിന് ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ പൂമുട്ട് പോലും ഇങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഒരുപാട് കട്ടുകളുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വലിയ 10, 23, 30 മിനിറ്റ് കണ്ടൊരു ഇന്റർവ്യൂ. അത് കട്ടാക്കി അതിന്റെ പ്രിവ്യൂ മാത്രം ആദ്യം കയറ്റി ഒരു 2, 3, 4 മിനിറ്റ് ഒക്കെ കയറ്റി വെച്ചിട്ട് ചേച്ചി പറഞ്ഞിട്ടുള്ള ഒരുപാട് മാസ് ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കട്ടാക്കി മാറ്റി. കട്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്കാരെടുത്ത് വെച്ച് ഊക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ലായിരുന്നു. കാരണം ചേച്ചി അവിടെ പോയി കാണിച്ചതും കൊടുത്ത ഇന്റർവ്യൂ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇതിപ്പോ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് റിലീസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആണ്. ഈ ഇന്റർവ്യൂ ബേസ് ചെയ്ത് ഈ ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് ചേച്ചി ബിഗ് ബോസ് ഹൗസിലേക്ക് കളിക്കാനായിട്ട് പോയത്. അത് നമുക്ക് തുടക്കം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ അങ്ങ് ആളിക്കത്തുന്ന തീയായിട്ട് പോയിട്ട് വെറും ചാമ്പലായിട്ടാണ് ചേച്ചിക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നത്. അതുകൊണ്ടായിരിക്കും ഇതിനകത്ത് കുറച്ച് ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് വന്നത്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ചേച്ചിയുടെ ഇതുപോലുള്ള മരണമാസുകളായിട്ടുള്ള പാസ്റ്റിൽ ചെയ്തു വെച്ചിട്ടുള്ള ഇന്റർവ്യൂകൾ ചേച്ചി മറ്റേ 24 വാച്ചിട്ടുണ്ട് കറങ്ങി വന്നിട്ട് കുമ്പിടിയായിട്ട് ഇനി വീണ്ടും മുന്നിലേക്ക് വരുമെന്ന്. പക്ഷേ ഡ്രാമയും ഡ്രോമയൊക്കെ കഴിഞ്ഞു. ചേച്ചിയുടെ പരിപാടിയൊക്കെ ആയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങോട്ട് ഇറങ്ങി വന്ന ഡ്രാമയും ഡ്രോമയൊന്നും അല്ല. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ ഈ കസിൻ്റെ വീഡിയോസ് കാരണം ചേച്ചിക്ക് മനപ്രയാസം ഉള്ളത് കാരണം ഇനി അവർ വെളിയിൽ പോസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയായിരിക്കും ഇത് എടുക്കാൻ പോകുന്നത്, ആ മാസ് ഡയലോഗൊന്നും എനിക്കിവിടെ കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ചിന്തയിൽ വേവലാതി തുടങ്ങിയ കാര്യത്തിലൊക്കെയാണ് ചേച്ചി ഓടി വീട്ടിലേക്ക് വന്നത്. അല്ലാതെ മക്കളുടെ കൺസൈൻ ആയിട്ടൊന്നും പുറത്തു വന്ന ചേച്ചിയുടെ പെരുമാറ്റം കണ്ടിട്ടോ ചേച്ചിയുടെ അകത്ത് കിടന്ന് കാണിക്കുന്ന ആക്ട് കണ്ടിട്ടോ ഒന്നും എനിക്ക് കണക്ട് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലൊരു വീഡിയോ ഇപ്പൊ വന്നിട്ടുള്ള ഒരു പഴയ ഇന്റർവ്യൂ ആണെങ്കിൽ കുത്തിപ്പൊക്കി എടുത്തു ചെയ്യാനുള്ളൊരു കാരണം.